ഈ പാവപ്പെട്ട കൊച്ചുങ്ങൾക്ക് ഇന്ന് ഇവിടെ ഒരു 4-5 കുട്ടികൾ നമ്മളിവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഇതിൻ്റെ അകത്തുള്ള സ്റ്റാഫുകൾ പറഞ്ഞു വിട്ടു. കാര്യം അവർ നമ്മളുടെ എന്തെങ്കിലും പറയുമെന്ന്. അവർക്ക് കൊടുക്കുന്ന എന്താ ആഹാരം? സപ്ലൈകോയിൽ നിന്ന് മേടിക്കുന്ന അരി, ആ അരിയിലെത്തി പയറും കൂടെ ഇട്ട് കഞ്ഞിയാക്കും. ഈ കഞ്ഞിയാണ് ഈ കുട്ടികൾ കുടിക്കുന്നത്. അപ്പോൾ അവർ ഇപ്പോൾ സെസ് ഏർപ്പെടുത്തിയല്ലോ, സാമൂഹിക പെൻഷൻ കൊടുക്കുന്നില്ല. അപ്പോൾ ഈ പണം വകമാറ്റി ചിലവഴിക്കുകയാണ്. പണ്ട് സ്റ്റേഡിയം അഡ്മിനിസ്ട്രേറ്റർ എന്നൊരാളുണ്ടായിരുന്നു, സ്പോർട്സിനെ കുറിച്ച് അറിയുന്ന ഒരാൾ. ഇപ്പോൾ അദ്ദേഹത്തിനെ പിരുത്തോട്ട് പൈസ ഇല്ലാത്തതും ഇവിടെ ഒരു ഡെയിലി വേജസ് സ്ത്രീയാണ് ഇവിടെ സ്റ്റേഡിയം അഡ്മിനിസ്ട്രേറ്റർ. അവർക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. ഭരിക്കുന്ന പാർട്ടി മാത്രമല്ല, നമ്മുടെ സമൂഹവും നമ്മുടെ സംസ്ഥാനവും വലിയ വെല്ലുവിളി നേരിടേണ്ട അവസ്ഥയിലേക്ക് പോവുകയാണ്. അവിടെ നോക്കും ഏതിലേ പോയാൽ എന്ത് കിട്ടും, ഏത് പദ്ധതി ഇട്ടാൽ എന്ത് കിട്ടും. ആ ഇടുന്ന പദ്ധതി പോലും നടപ്പിലായി തീരണമെന്ന് അവർക്ക് യാതൊരു താല്പര്യമില്ല. അവർ ഉന്നം വയ്ക്കുന്ന തുക പോക്കറ്റിലാക്കണം എന്നതിനപ്പുറം ഈ സർക്കാരിനൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. നമസ്കാരം. ഈ പറയുന്ന ആറ്റിങ്ങൽ ശ്രീപാദം സ്റ്റേഡിയം എന്ന് പറഞ്ഞത് നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമാണ്. ഒരുപാട് കായിക താരങ്ങളെ സംഭാവന ചെയ്തൊരു പ്രസ്ഥാനം കൂടിയാണത്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ വളരെ ശോചനീയ അവസ്ഥയാണ്. ഞങ്ങൾക്ക് അന്വേഷണത്തിൽ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഫണ്ടില്ല, അവർക്കൊന്നും മുടക്കാൻ ഫണ്ടില്ല. പിന്നെ ഈ പറയുന്ന നമ്മുടെ നികുതിയും കാര്യങ്ങളൊക്കെ എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. ഈ ആദ്യമായിട്ട് ഈ വിഷയം സമൂഹ മനസാക്ഷിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് വിസ്മയ ന്യൂസ് ടീമാണ്. ഇപ്പോഴും ഞങ്ങൾ ഇവിടെ കൂടുതൽ അവർ വീണ്ടും സമരത്തിലാണ്. സമരം ചെയ്തുകൊണ്ട് ആരുടെയും കണ്ണ് തുറക്കുമെന്ന് തോന്നുന്നില്ല. എങ്കിൽ പോലും ഇപ്പോൾ ഐത്തേട്ടനും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്, ശ്രീകണ്ഠനൊക്കെ ഉണ്ട്. ഐത്തേട്ട, വളരെ പരിതാപകരമാണ് അവസ്ഥ. ഞങ്ങളൊന്ന് വന്ന് കണ്ടപ്പോഴത്തേക്ക് ഈ മലിനജലമാണ് ഈ പിള്ളേർ കുടിക്കുന്നത്. നമ്മളെ വളർന്നു വരുന്ന കായിക താരങ്ങളാണ്, ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൊണ്ടുവരാനുള്ള പിള്ളേരാണ്, ഒരുപാട് പാവപ്പെട്ട ഫാമിലിയിൽ നിന്ന് കുട്ടികളാണ്. അവർ ഇതൊക്കെ ആശ്രയിച്ചാണ് ഇങ്ങോട്ട് വരുന്നത്. അവർ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം ഞാൻ ഷൂട്ട് ചെയ്തതാണ്. ആ കലക്കവെള്ളം എന്നോട് നിന്ന് മേട്ടം പറഞ്ഞു ചില മീൻസ് അത് അടി കിടക്കുന്ന വെള്ളമാണെന്നാണ് പറഞ്ഞത്. അടി കിടക്കുന്ന വെള്ളത്തിൻ്റെ മുകളിൽ ഈ കലക്കവെള്ളം കണ്ടല്ലേ, വിഷല് കണ്ടല്ലേ? അത് എന്താണ് അവസ്ഥ? നമ്മുടെ പിള്ളേരുടെ അവസ്ഥ ഇതാണ്. എന്ത് ചെയ്യാൻ പറ്റും? അല്ല, സ്ഥിതിവിശേഷം വളരെ മോശമാണ്. അപ്പോൾ ഈ മോശമാണെങ്കിലും ഇത് നല്ലതാണെന്ന് പറയുന്നതിന് അവർ ചിലരെയൊക്കെ ഇവിടെ കരാർ വ്യവസ്ഥയിൽ വെച്ചിട്ടുണ്ട്. അപ്പം അവരാണ് ഇതിൻ്റെ മുതലെടുപ്പ് നടത്തുന്നത്. ഇപ്പോൾ കായിക താരങ്ങൾക്ക് കൊടുക്കേണ്ട ഭക്ഷണം അതിൽ കുറവുണ്ടായാൽ അതിൽ വരുന്ന ലാഭം ഇവരാണ് വീതിച്ചെടുക്കുന്നത്. അതുപോലെ അവരാരും അവിടെ ശുചീകരണ പ്രവർത്തനം കൂടി നടക്കുന്നില്ല. വളരെ ശുചീകരണം എന്ന് പറയുന്നത് വളരെ മോശമായിട്ടാണ്. അവിടെ മഹാവൃത്തികേടാണ് ഇതിനകത്ത് കാണുന്നത്. അതുകൊണ്ടാണ് മലിനജലമായി മാറുന്നത്. ടാങ്കുകൾ ഇത്ര ദിവസത്തിനുള്ളിൽ കഴുകണമെന്നുണ്ടല്ലോ. അപ്പോൾ ഈ ടാങ്കുകളിൽ വരുന്ന വെള്ളം ഈ മലിനം പദാർത്ഥങ്ങൾ ഇതിനകത്ത് കടന്നു കയറുന്നത് കൊണ്ട് അതിങ്ങനെ മലിനമായിക്കൊണ്ടേയിരിക്കും. അപ്പം അതൊന്നും ശ്രദ്ധിക്കാൻ ഇവിടെ ആരുമില്ല. നല്ല ആരോഗ്യനായി വരുന്ന ഒരു കായിക താരം ഇവിടെ അസുഖം ബാധിച്ച് തിരിച്ച് ഒരു കഴിവുമില്ലാത്തവനായി പോകേണ്ട സ്ഥിതിയിലാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഗവൺമെൻറ്റാണ്, അതുപോലെ ഇത് സ്പോർട്സ് കൗൺസിലാണ്. പക്ഷേ ഇവിടുത്തെ കായിക താരങ്ങൾ, ഇവിടെ പരിശീലകരൊക്കെ നിരാശരാണ്. അതുപോലെ ഇവിടുത്തെ സ്റ്റാഫുകൾ നിരാശരാണ്. അവർക്കൊന്നും ശമ്പളം സമയത്ത് കിട്ടുന്നില്ല. ഒരു കാര്യം കൂടി ഈ സാഹചര്യത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, കാരണം ഇവിടെയുള്ള അധ്യാപകരും കോച്ചും അങ്ങനെയുള്ള ആൾക്കാർ നേരെ വന്ന് പത്രസമ്മേളനം നടത്തുകയാണ്. അവർ കുറേ നിവേദനങ്ങൾ കൊടുത്ത് പോലും നടക്കാത്തൊരവസ്ഥയിൽ അവരെ സങ്കടം കൊണ്ടാണ് അവർ ആദ്യം പ്രസ് കോൺഫറൻസ് നടത്തിയത്. അപ്പോഴത്തേക്കും നമ്മൾ ഇത്രയും ഉദ്ദേശിച്ചില്ല. പക്ഷേ ഞങ്ങളിത് വന്ന് കണ്ടപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഇത്രയും ഭീകര അവസ്ഥയാണ്. കാരണം ഈ പറയുന്ന സ്റ്റേഡിയത്തിലേക്ക് ഇതൊന്നുമില്ലായിരുന്നു. ഒരുപാട് ആൾക്കാരെ ഈ അവസ്ഥയിലേക്ക് മാറ്റി. അതെ, ഈ കിണർ ഇവിടെ ഒരു സ്റ്റേഡിയത്തിൽ കിണറുണ്ട്, 25 വർഷമായി അതൊന്ന് ഇറച്ചിട്ട്. അതിൻ്റെ അകത്ത് കിടക്കുന്ന സാധനങ്ങൾ യഥാർത്ഥത്തിൽ അന്ന് ഷൂട്ട് ചെയ്തതാണ്. ഇതിനൊന്നും ഉത്തരവാദിത്തമില്ല. ഈ പാവപ്പെട്ട കൊച്ചുങ്ങൾക്ക് ഇന്ന് ഇവിടെ ഒരു 4-5 കുട്ടികൾ നമ്മളിവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഇതിൻ്റെ അകത്തുള്ള സ്റ്റാഫുകൾ പറഞ്ഞു വിട്ടു. കാര്യം അവർ നമ്മളുടെ എന്തെങ്കിലും പറയുമെന്ന്. അവർക്ക് കൊടുക്കുന്ന എന്താ ആഹാരം? സപ്ലൈകോയിൽ നിന്ന് മേടിക്കുന്ന അരി, ആ അരിയിലെത്തി പയറും കൂടെ ഇട്ട് കഞ്ഞിയാക്കും. ഈ കഞ്ഞിയാണ് ഈ കുട്ടികൾ കുടിക്കുന്നത്. ഇതിന് ഉത്തരവാദി ആരാ? ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. പിന്നെ ഈ മലിനജലം, ഇതിനാരും ഉത്തരവാദി? ഇത് മാത്രമല്ല, ഈ വാട്ടർ കണക്ഷൻ കട്ട് ചെയ്ത് മാത്രമല്ല, കറണ്ടിൻ്റെ ബില്ലടയ്ക്കാതെ കറണ്ടും കട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന താൽക്കാലിക ജീവനക്കാർ അന്ന് അവിടെ ഈ ഘോര സംസാരിച്ച് ആ സ്ത്രീക്കും കിട്ടാനുണ്ട് 5 മാസത്തെ ഈ ശമ്പളം. അപ്പോൾ അവരെങ്ങനെ ഇവിടെ വരുന്നു? ഇതേ കണക്ക് ഈ പാവം കൊച്ചുങ്ങൾക്ക് 10-12 വയസ്സായ കൊച്ചുങ്ങളൊക്കെയാണ് ഇപ്പം അല്പം ഇവിടെ ഉള്ളത്. ബാക്കിയുള്ളവരെല്ലാം പോയി.
വേറും പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ നിന്നും അവരൊക്കെ ഫുഡിൻ്റെ അലവൻസ് എഴുതിയെടുത്ത് അതിൽ പറ്റിച്ചിട്ട് ഇതെല്ലാം കൊടുക്കുന്നത് ഇവിടെ ഈ സ്റ്റാഫുകളെല്ലാം നിയമിച്ചേക്കുന്നത് CPM മാത്രമാണ്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടികൾക്കും അവരൊക്കെ അവകാശമൊന്നുമില്ല. കാര്യം ഇതെല്ലാം CPMൻ്റെ കുടുംബസ്വത്തായിട്ടാണ് അവർ ഇവിടെ വെച്ചേക്കുന്നത്. അപ്പം ഈ സ്റ്റാഫുകൾ പോലും ഈ രീതിയിൽ ആണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു അവസാനം വരണ്ടേ? അതിൽ എനിക്ക് ഇപ്പം ഇവരുടെ ഭരണമായതുകൊണ്ട് നമ്മൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാലും നമ്മുടെ സാമ്പത്തിക സ്ഥിതി എല്ലാം തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. ആരെങ്കിലും കാശില്ല, മൊത്തം നമ്മൾക്ക് കേരള സംസ്ഥാന സർക്കാരിന് വരുമാനമില്ല. ആ കൂടെ ലോട്ടറിയും മറ്റ് മദ്യവും വിറ്റുള്ള കാശ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ദൂർത്ത് 1.25 കോടി രൂപയുടെ ബസ് വാങ്ങിച്ച് യാത്ര നടത്താൻ തുടങ്ങി. അവരുടെ MLA-മാർക്കും MP-മാർക്കും ഉള്ള കാശും എല്ലാം അടിസ്ഥാന ദൂർത്ത് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കേരളത്തിന് വേണ്ടി ഒന്നും വല്ല മിച്ചം വെക്കുന്നുണ്ട് അവർ. ഈ പറയുന്ന പിള്ളേർ ആദിവാസി വനവാസി സമൂഹത്തിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്, പട്ടികജാതിയിൽ നിന്ന് ആൾക്കാരുണ്ട്. ഇവരൊക്കെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. പുറത്ത് പറയാൻ പോലും അവർക്ക് വോയിസ് ഇല്ല. കാരണം പിള്ളേർ മടുത്ത് കളഞ്ഞ് പോകുന്ന ഒരവസ്ഥയാണ്. കാരണം അവരൊക്കെ സ്കില്ലാണ്, ആ സ്കില്ലാണ് നശിപ്പിക്കപ്പെടുന്നത്. എന്ത് പരിഹാരമായിട്ടാണ് ഉള്ളത്? അല്ല, എങ്ങനെ കൊള്ളയടിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ അവർ റിസർച്ച് നടത്തുന്നത്. ഇപ്പോൾ അവസാനമായി റിസർച്ച് നടത്തിയതാണ് ഈ കിഫ്ബിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ടോൾ പിരിവ് നടത്തുന്നത്. കിഫ്ബി എന്ന് പറയുന്നൊരു സംവിധാനം തന്നെ തെറ്റാണ്. ഇപ്പം അതിൻ്റെ പേരിൽ അവരിപ്പോൾ പണം വീണ്ടും ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ജനങ്ങളെന്ന് വെച്ചാൽ പാവപ്പെട്ടവരാണ്. എല്ലാവരും ജോലിക്കാരല്ലേ വാഹനമെടുത്തുകൊണ്ട് ഈ ജോലിക്ക് പോകാറുള്ളത്. എല്ലാവരും ഇപ്പോൾ സാധാരണക്കാർക്കെല്ലാം ഓരോ കാറുണ്ട്, അല്ലെങ്കിൽ ബൈക്കുണ്ട്. നിങ്ങൾ തന്നെ ഓരോ സ്ഥലത്തും ഷൂട്ട് ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ പലയിടത്തും ടോൾ കൊടുക്കേണ്ടി വരും. മീഡിയക്കാരെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം ഇതെല്ലാം നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പണം ഇത് അടിച്ചു പോകും. അപ്പോൾ ഇതിന് നമ്മൾ കൊടുത്തേ പറ്റൂ. നമ്മൾ ഈ പണം അവർക്ക് കൊടുത്തേ പറ്റൂ. അപ്പോൾ ഒരു കൊള്ളസംഘമായി ചോദ്യം ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്നുണ്ട്, നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട്, A to Z എല്ലാ കാര്യങ്ങളും. ഒരു ഹെൽമെറ്റ് ഇടാൻ പോയി കഴിഞ്ഞാൽ 500 രൂപ പറ്റി അതും കൊടുക്കുന്നുണ്ട്, എല്ലാം നമ്മൾ കൊടുക്കണം. പക്ഷേ തരേണ്ട കാര്യങ്ങൾ ഇതാണ് അവസ്ഥ. അതാണ് നമ്മുടെ ചോദ്യം. അതെ. അപ്പോൾ അവർ ഇപ്പോൾ സെസ് ഏർപ്പെടുത്തിയല്ലോ, സാമൂഹിക പെൻഷൻ കൊടുക്കുന്നില്ല. അപ്പോൾ ഈ പണം വകമാറ്റി ചെലവഴിക്കുകയാണ്. അവർക്ക് അവരുടെ കീഴിലുള്ള കൊലയാളി സംഘങ്ങൾ അവരുടെ പേരിൽ കേസുകടത്തിന് സുപ്രീം കോടതി വരെ പോകുന്നു. വക്കീലിന് കോടികളാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചോദിച്ചാൽ പറയും അത് ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ പേരിൽ അത് സുപ്രീം കോടതി പോകേണ്ടതല്ലെങ്കിലും ഗവൺമെൻറ് സുപ്രീം കോടതി പോകാനായിട്ട് തീരുമാനിക്കും. അതെന്തിനാണ്? ഈ വക്കീലന്മാർക്ക് കാശ് കൊടുക്കുവാൻ ഉള്ള ഒരു മാർഗമായി അതും കൂടി ഉപയോഗിക്കുന്നു. ഈ പറയുന്ന ബന്ധുക്കൾക്ക് പോലും കാശ് കൊടുക്കുന്ന ഏർപ്പാട് നമ്മൾ കണ്ടു. അവരുടെ ബന്ധുക്കൾക്ക് പോലും. കാരണം ഇതൊന്നും സംസ്ഥാന സർക്കാരിൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ ഭാഗമായിട്ട് ചെയ്യുന്ന കുറ്റകൃത്യങ്ങളല്ല, ഒരു വിഭാഗത്തിൻ്റെ കുറ്റകൃത്യങ്ങൾ. അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന തുകയൊക്കെ നമ്മൾ അടയ്ക്കുന്ന കാശാണെന്നുള്ള വാസ്തവം അല്ലേ? ഞാനും നിങ്ങളൊക്കെ വീട്ടിൽ താമസിക്കുന്നവരാണ്. ഞങ്ങളെ വീട്ടിലെ കക്കൂസ് മാലിന്യവും അടുക്കള മാലിന്യവും പുറത്തൊഴിക്കാൻ മുനിസിപ്പാലിറ്റി എന്താണ് ചെയ്യുന്നത്? പെറ്റിയടി. ഈ സ്ഥാപനത്തിൽ 6 മാസത്തിൽ കൂടുതലായി രാത്രി കാലങ്ങളിൽ മോട്ടർ വെച്ച് അടുക്കള മാലിന്യം ഓടയിൽ കൂടെ പമ്പ് ചെയ്ത് കളയുന്നു. 4 പരാതി ഞാൻ കൊടുത്തു, ഒരു നടപടിയും സ്വീകരിച്ചില്ല. അത് ഇപ്പോഴും ഈ റോഡിൽ കൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ആ മലിനീകരണ വെള്ളം, ഈ കക്കൂസിന്റെ വെള്ളം, മലിനീകരണ വെള്ളം ഈ കിണറ്റിൽ ഇറങ്ങുന്നുണ്ട്. പമ്പ് വെച്ച് അടിച്ചു കളയുന്നത്. പമ്പ് വെച്ച് രാത്രി കാലങ്ങളിലും രാവിലെയും ഓടയിൽ കൂടെ ഒഴുകി കളയുന്നൊരവസ്ഥയാണ്. അത് മാത്രമല്ല, ഇവിടെ ഈ സ്റ്റേഡിയം ബുക്ക് ചെയ്യാൻ വരുന്ന ചെറിയ സ്കൂളുകാരുണ്ട്. ഇവരൊക്കെ ഈ പരിപാടി കഴിഞ്ഞ് പോകുമ്പോൾ ഇവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളമില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു, അവരിൽ നിന്ന് അധികമായി ഓരോ കസേരയ്ക്കും ഇരട്ടി വാടക വാങ്ങി പിഴിഞ്ഞ് ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവിടുത്തെ ജീവനക്കാർ. വാസ്തവമാണ്. കാര്യം അദ്ദേഹം പൊതുപ്രവർത്തകനാണ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹിയാണ്. അദ്ദേഹം ഇത് എല്ലാ തവണയും നിരീക്ഷിക്കുന്ന ആളും കൂടെയാണ്. പക്ഷേ എനിക്കിതിൽ ഇതിലെനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ള, ഈ സർക്കാരിൻ്റെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് പറയുന്നതാണ്. നമ്മുടെ തൊട്ടടുത്ത പൂവമ്പാറ പാലത്തിൽ ഇപ്പോൾ ഒരു ഗ്രില്ല് ആളുകൾ ചാടാതിരിക്കാൻ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് 15 ലക്ഷം രൂപ അതിൻ്റെ ഫണ്ട് പാസ്സാക്കിയേക്കുന്നു. നഗരസഭയിൽ ഗവൺമെൻറ് MLA ഫണ്ടിൽ നിന്നാണ്. അതിൻ്റെ വിവരാവകാശം ഞാൻ ഇന്നലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3 ലക്ഷം രൂപ ചെയ്യുന്ന പണിക്ക്
ഇതൊരു വലിയ ആരോപണമാണ്. നമ്മൾ ചെയ്ത വാർത്തയാണത്. അതായത് ഇനി ആത്മഹത്യ അവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് വിസ്മയനം ചെയ്ത വാർത്തയാണ്. ഇപ്പോഴാണ് അവർ ഒരു റിവീൽ ചെയ്തിരിക്കുന്നത് 15 ലക്ഷം രൂപ. ഈ പറഞ്ഞ അതിന് എത്ര ചെലവ് വരും? ആ ഒരു മാക്സിമം എത്ര വരും? 3 ലക്ഷം രൂപ വരും അല്ലേ? 15 ലക്ഷം രൂപ അതിന് ചിലവാക്കി. എത്ര കാശ് പിന്നെ രാഷ്ട്രീയക്കാരുണ്ടോ? രാഷ്ട്രീയക്കാർ ബാക്കിയുള്ളതല്ല, അത് MLA യോട് ചോദിക്കേണ്ടതാണ്. കാര്യം MLA ഫണ്ടിൽ നിന്നാണ് ഈ പൈസ എടുത്തേക്കുന്ന. PWDയിൽ അതിൻ്റെ രേഖകളുണ്ട്. അല്ല, രാഷ്ട്രീയ പുനരുദ്ധാരണം എന്ന് പറഞ്ഞിട്ട് പണ്ട് സത്യനന്ദിക്കുള്ള സിനിമ ആയിട്ടുണ്ട്. അന്ന് മോഹൻലാൽ ഡയലോഗുണ്ട്, രാഷ്ട്രീയ പുനരുദ്ധാരണം ഇവിടെ 30% മാത്രമേ നടക്കുള്ളൂ, ബാക്കി 60% പോണത് പൊളിറ്റീഷ്യൻ. 60%അല്ല, അതിൽ പോയി. ഇത് അതിൽ കൂടുതൽ പോയി. അപ്പോൾ പിന്നെ 12 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഈ 3 ലക്ഷം രൂപയുടെ പണിക്ക് 12 ലക്ഷം രൂപയുടെ പോയി. അപ്പോൾ 60%, 70% അല്ല. MLA മാത്രം കുറ്റം പറയേണ്ട കാര്യമില്ല. MLA നിയന്ത്രിക്കുന്നത് ഇവിടുത്തെ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ്മാരാണ്. അപ്പോൾ അവർ പറയുന്ന വർക്കുകൾ അല്ലെങ്കിൽ അവർ പറയുന്ന വികസന പ്രവർത്തന സാക്ഷ്യം കൊടുക്കണം, അതിന് ഫണ്ട് കൊടുക്കണം. പിന്നെ MLA അങ്ങോട്ടൊന്നും ചെന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോലും പാടില്ല. കാരണം ചെയ്തിട്ടില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവരങ്ങ് ചെയ്തോളും. ഇന്നലെ ഞാനൊരു കാര്യം പോയിട്ട് സംസാരിച്ച സമയത്ത് വർക്കല കേസാണ് സംസാരിച്ചപ്പോഴത്തേക്ക് ഒരു UK പൗരൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ഈ പറയുന്ന ഒരുപാട് ഏറ്റവും കൂടുതൽ വർക്കല നഗരസഭയ്ക്ക് കാശ് കിട്ടുന്നത് നമ്മുടെ ബലിപീഠത്തിൽ നിന്നും അവിടെ നിന്നൊക്കെയാണ്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ ഇന്ന് വരെ ആ ബലിപീഠത്തിൽ കയറി പട്ടി അപ്പിയിടുന്ന കാഴ്ച വരെ കണ്ടിട്ടാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. UK എങ്ങനെയൊന്നും അല്ല. ഇപ്പോൾ ഞാനത് അന്വേഷിച്ചപ്പോഴത്തേക്ക് അവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കൊണ്ടുവരാനായിരുന്നു സർക്കാരിന് അത്യാവശ്യം. ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് മറിഞ്ഞിട്ട് ആരും മരിക്കാത്തത് നമ്മുടെയൊക്കെ ഭാഗ്യമാണ്. അതുവരെ ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് ആരുടെയൊക്കെ ബിനാമിയാണെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. ഈ ലെവലിൽ ഓരോരോ കാര്യങ്ങൾ ഈ കാശ് വാങ്ങി കമ്മീഷൻ വാങ്ങി അടിച്ചുകൊണ്ടിരിക്കും. നഗരസഭയിലെ കാര്യം പറയുകയാണെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞ് നിർത്തിക്കൊള്ളാം. നമ്മുടെ ആറ്റിങ്ങ കിഴക്കേനാലൂക്കിലുള്ള ഒരു ഹോട്ടലിൻ്റെ പേര് പറയുന്നില്ല, ഒരു ബേക്കറി, മറ്റൊരു സ്ഥലം, ഈ 3 സ്ഥലത്തും അവരെന്തെങ്കിലും ഓടയിൽ കൂടെ വെള്ളം വിട്ടു എന്ന റീസൺ പറഞ്ഞുകൊണ്ട് 25,000 രൂപ വെച്ച് മുനിസിപ്പാലിറ്റി അവരൊക്കെ ഫൈൻ അടിച്ചു. അപ്പം വ്യാപാരി വ്യവസായികൾ അവർ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ് CPM ആണ് ഭരിക്കുന്നത്, അതുകൊണ്ട് പൈസ അടയ്ക്കുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ നിങ്ങളെ ഇത് പൂട്ടിക്കും. അപ്പം വ്യാപാരി വ്യവസായികൾ പോലും ഇന്ന് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയെ ഭയന്ന് യഥാർത്ഥത്തിൽ ബിസിനസ് ചെയ്യുന്ന വ്യാപാരികൾക്ക് പറ്റാത്ത രീതിയിൽ അവർ ഈ ഫൈൻ അടിക്കുകയാണ്. ഇതിന് കാരണം എന്താ? ഇതിന് കാരണമെന്ന് പറയുന്നത് എത്തേണ്ട ഫണ്ടുകൾ ഭരണകക്ഷി നേതാക്കളുടെ അടുത്ത് എത്താത്ത സ്ഥാപനങ്ങളിൽ നിന്നും, ഇത് ഗുരുതരമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി ഭാരവാഹി എന്ന നിലയിൽ പറയുന്നത്, എത്തേണ്ട പൈസ എത്തേണ്ട സ്ഥലത്ത് ഭരണകക്ഷി നേതാവിൻ്റെ അടുത്ത് എത്താത്ത സ്ഥാപനങ്ങളിൽ മുനിസിപ്പാലിറ്റിയെ വെച്ചുകൊണ്ട് അവർ ഫൈൻ അടിപ്പിക്കുന്നു. വളരെ സീനിയറായിട്ടുള്ള ആളാണ് ഉണ്ണിച്ചേട്ടാ. നിങ്ങളിതൊന്നും കാണുന്നില്ലേ? നിങ്ങൾ പഴയ ഗാന്ധിയനൊക്കെ ആണല്ലോ, അധ്യാപകനും കൂടിയാണല്ലോ, ഇതൊന്നും കാണുന്നില്ല ചേട്ടാ? തീർച്ചയായിട്ടും പഴയ ഗാന്ധിയനല്ല, ഗാന്ധിക്ക് പുതുമ വർദ്ധിച്ചു വരികയാണ്. ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി സർക്കാർ നീതിബോധം കൈവരുത്തിയില്ലെങ്കിൽ ആ ഭരിക്കുന്ന പാർട്ടി മാത്രമല്ല, നമ്മുടെ സമൂഹവും നമ്മുടെ സംസ്ഥാനവും വലിയ വെല്ലുവിളി നേരിടേണ്ട അവസ്ഥയിലേക്ക് പോവുകയാണ്. നിങ്ങളെപ്പോലുള്ള വളരെ പാവപ്പെട്ട ആൾക്കാർ, ഇങ്ങനെ പ്രതിഷേധിക്കുന്ന ആൾക്കാർക്ക് എന്താ പറയാനുള്ളത്? അതെ, എനിക്ക് പറയാനുള്ളത്, ഈ സർക്കാർ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം ഒന്നും ഈ നാട്ടിന് വേണ്ടി പ്രതികരിച്ചിട്ട് കാര്യമില്ല. സർക്കാർ ഏത് പദ്ധതിയിൽ എവിടെ കൈവയ്ക്കുന്നു അവിടെയെല്ലാം കൊള്ളയാണ്. ഒരു വികസന പ്രവർത്തനം വന്നാൽ അതിനകത്ത് എങ്ങനെ കൊള്ളയടിക്കാമെന്ന് നോക്കിയാണ് വികസന പ്രവർത്തനം നടക്കുന്നത്. ഇത് അവസാനം വരുന്ന ബ്രൂവറി പോലും അതാണ്. ഭരിക്കുന്നൊരു ഗവൺമെൻറ്റുണ്ട്, ആ ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുണ്ട്, അതിലെ ഘടകകക്ഷികളുമായിട്ട് പോലും ആശയവിനിമയം നടത്താറില്ല. ഈ ബ്രൂവറിയുടെ കാര്യത്തിൽ അതില്ല, ടോൾ പിരിവിൻ്റെ കാര്യത്തിലില്ല. അവിടെ നോക്കും ഏതിലെ പോയാൽ എന്ത് കിട്ടും, ഏത് പദ്ധതി ഇട്ടാൽ എന്ത് കിട്ടും. ആ ഇടുന്ന പദ്ധതി പോലും നടപ്പിലായി തീരണമെന്ന് അവർക്ക് യാതൊരു താല്പര്യമില്ല. അവർ ഉന്നം വയ്ക്കുന്ന തുക പോക്കറ്റിലാക്കണം എന്നതിനപ്പുറം ഈ സർക്കാരിനൊന്നും പ്രതികരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഈ സ്റ്റേഡിയം ഉൾപ്പെടെ കിടക്കുന്നതാണ്. വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ടില്ല. തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന ഫണ്ട് എന്ന് പറയുന്നത് 60% വെട്ടിക്കുറച്ചൊരു സർക്കാരാണിത്. എന്നിട്ട് ആ സർക്കാർ ചെയ്യുന്നത് എന്താണ്? പ്രതിപക്ഷ പാർട്ടിയുടെ പഞ്ചായത്തുകൾ ഭരിക്കുന്നത് റോഡില്ല, മറ്റില്ല, മറിച്ചില്ല എന്ന് പറഞ്ഞാൽ അവിടെ സമരത്തിന് പോകും. ഭൂരിപക്ഷം പഞ്ചായത്തുകൾ ഭരിക്കുന്നവരാണ്. അവിടെ റോഡും ഇല്ല, മണ്ണാങ്കട്ടയില്ല, അവിടെ സമരവുമില്ല. അപ്പോൾ ആ തരത്തിൽ ഒരു കൊള്ളയടി സർക്കാരായി മാറിയിരിക്കുകയാണ് ഈ സർക്കാരിൽ നിന്ന്. ഈ സ്റ്റേഡിയം ഉൾപ്പെടെ ഒന്നും പ്രതികരിച്ച കാര്യമില്ല.
ഈ സ്റ്റേഡിയത്തിൽ വാടക ഇനത്തിൽ കിട്ടുന്ന തുക പോലും ഇവിടുത്തെ മെയിൻ്റനൻസിന് കൂടി ഉപയോഗിക്കുന്നില്ല. ഇവിടെ ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട്, ഔട്ട്ഡോർ സ്റ്റേഡിയം, ഒരു സ്റ്റേഡിയത്തിന് വാടകയുണ്ട്. മിക്കവാറും എല്ലാ ദിവസങ്ങളും സ്പോർട്സ് നടക്കുന്നുണ്ട്. ആ പൈസ പോലും ഇവിടെ ഉപയോഗിക്കുന്നില്ല. ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം വളരെ പരാജയമാണ്. കാരണം അതിനകത്ത് ഒരു മത്സരവും നടക്കാനൊക്കെ ചെറിയൊരു ഗുസ്തിയോ തായ്ക്കൊണ്ടേ പോലുള്ള ഒരു കൊച്ചു മത്സരം മാത്രമേ നടക്കൂ. അത് നിർമ്മാണത്തിലെ പിഴവാണ്. പിന്നെ മറ്റൊരു ഇതുള്ളത്, ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പണ്ട് സ്റ്റേഡിയം അഡ്മിനിസ്ട്രേറ്റർ എന്നൊരാളുണ്ടായിരുന്നു, സ്പോർട്സിനെ കുറിച്ച് അറിയുന്ന ഒരാൾ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പിരുത്തോട്ട് പൈസ ഇല്ലാത്തതും ഇവിടെ ഒരു ഡെയിലി വേജസ് സ്ത്രീയാണ് ഇവിടെ സ്റ്റേഡിയം അഡ്മിനിസ്ട്രേറ്റർ. അവർക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. അവർ ക്വാളിഫൈഡ് അല്ല, അവരുടെ ഒരു സ്ത്രീ ഒരു പകരത്തിന് വന്നതാണ്. അവരെ ഒന്നും ചെയ്യാൻ മറ്റുള്ളവർ സമ്മതിക്കുമില്ല. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ ജീവനക്കാർ മറ്റ് സ്പോർട്സ് വരുമ്പോൾ അവരോട് ശമ്പളം കിട്ടിത്തിരിക്കാലും ഞങ്ങളെ കൂടെ എന്തെങ്കിലും ജോലി ചെയ്ത് ഞങ്ങളോട് സഹായിച്ചു തരാമെന്ന് പറഞ്ഞ് അവരെ പുറകെ നടന്നാണ് ഒരു ദിവസം ഡ്യൂട്ടി മേടിക്കുന്നത്. അവർ കൊടുക്കുന്ന സ്പോർട്സ് കൗൺസിൽ സ്പോർട്സ് നടത്താൻ വരുന്ന പ്രൈവറ്റ് സ്ഥാപനങ്ങൾ 1000 രൂപ കൊടുക്കാൻ അവരെ 2 ദിവസത്തെ ജീവിതമായി. അത്ര ഗതികേടിലാണ് ഇവിടെ പോകുന്നത്. ഈ സ്റ്റേഡിയം പ്രവർത്തിക്കാതിരുന്ന കാലത്ത് PV നീലകണ്ഠപിള്ള വക്കീലിൻ്റെ നേതൃത്വത്തിൽ ഒരു സമിതി ഉണ്ടാക്കിയാണ് ഈ സ്റ്റേഡിയം, ശ്രീപാദം സ്റ്റേഡിയം പുനരുദ്ധരിച്ച് കൊണ്ടുവരുന്നതിനുള്ള പദ്ധതികളിട്ടത്. നീണ്ടകാലത്തെ സമരത്തിലൊക്കെ സജീവമായി പങ്കെടുത്തയാളാണ് ഞാൻ. നീണ്ടകാലത്തെ സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ, സെക്രട്ടറിയേറ്റിന് മുമ്പിൽ വരെ പരിപാടികൾ നടത്തി അവസാനം വക്കം പുരുഷോത്തമൻ അധികാരത്തിൽ വന്ന അദ്ദേഹമാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ ആദ്യത്തെ തുടക്കമിട്ടത്. ആ കാലം തൊട്ട് ഇങ്ങോട്ട് വന്നാൽ 2 വ്യക്തികളാണ് ഈ സ്റ്റേഡിയത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുള്ളത്. ഒന്ന് വക്കം പുരുഷോത്തമൻ, മറ്റൊന്ന് സ്പോർട്സ് കൗൺസിൽ ചെയർമാനായിട്ട് വന്നപ്പോൾ C. മോഹനേന്ദ്രൻ. വേറെ ആരും ഇന്ന് അടിച്ചുകൊണ്ട് പോകാൻ എന്ത് മാർഗമുണ്ട് എന്നുള്ളത് നോക്കിയതല്ലാതെ ഈ സ്റ്റേഡിയം വികസനത്തിന് വേണ്ടി അവർ ഒന്നും ചെയ്തിട്ടില്ല. സത്യമാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനുമ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. കാരണം അത്യാവശ്യമുള്ള നമ്മളെ കുട്ടികളുടെ കാര്യങ്ങളിൽ പോലും ഫണ്ടില്ലാത്തൊരവസ്ഥ, കുട്ടികൾ ഈ കലക്ക വെള്ളം കുടിക്കേണ്ട അവസ്ഥ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഈ വിളിച്ചു പറഞ്ഞ ഞങ്ങളുടെ സ്വരങ്ങളും ഇവരുടെ സ്വരങ്ങളും ഒക്കെ വനരോധനങ്ങളായി അവശേഷിക്കുകയാണ്. പറ്റില്ല, മാറ്റം വേണം, മാറ്റം ഉണ്ടാകണം. ആരോട് പറയാൻ, ആര് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ശ്രദ്ധിക്കേണ്ട ഭരണ സംവിധാനങ്ങളൊക്കെ വേറെ ഒരുപാട് കാര്യങ്ങളിലൊക്കെ അവർ ധൃതിപ്പെട്ടിരിക്കുകയാണ്. അവർക്കൊന്നും ഇതൊന്നും ചിന്തിക്കാനോ പ്രവർത്തിക്കാനുള്ള സമയമില്ല. വലിയ കാര്യങ്ങളൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. ഈ ചെറിയ കാര്യങ്ങളൊക്കെ ഇറങ്ങി വരിക, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, ജനങ്ങളെ രക്ഷപ്പെടുത്തുക. ഇതിനു വേണ്ടിയാണ് ജനങ്ങളൊക്കെ നിങ്ങളെ ജയിപ്പിച്ച് ആ ഒരു നിയമസഭയിൽ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. തെറ്റാണ് കാണിക്കുന്നത്, തെറ്റാണ് തിരിച്ചറിയാനുള്ളൊരു ആർജവം ഉണ്ടാവുക. വിസ്മയസിനുണ്ട് ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീത്ത് മാരാർ സൈനിങ് ഓഫ്.